ഉണ്ടാക്കണാറില്ലേ ഹലോ അസ്സലാമു അലൈക്കും. ഇപ്പോൾ കുറേ വീഡിയോ ചെയ്തിട്ട് എന്താ വെച്ചാൽ നാളെ ഞാൻ നാട്ടിൽ പോവാണ്. അപ്പോൾ പെരീത്ത ആർക്കും അറിയില്ല. അറിയണമെന്ന് പറഞ്ഞാൽ ചെറിയാപ്പൂനെ അറിയാം, അതേമാതിരി മുന്നേ നിങ്ങൾക്ക് അറിയുണ്ടാവും. ആ രണ്ടാൾക്ക് മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. ഇമ്മാക്ക് അറിയില്ല, വാപ്പയ്ക്ക് അറിയില്ല, താത്താക്ക് അറിയില്ല, ശമ്പളത്തിന് അറിയില്ല, ആർക്കും അറിയില്ല. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ഇന്നലെ ആകെ പേടിച്ചെന്ന് പറഞ്ഞാൽ അതുവരെ ഒരു പ്രശ്നമില്ല ഇനി. അപ്പം ഞാൻ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ 3-4 മിസൈൽ ഇട്ടു. അപ്പോൾ അതിൻ്റെ ശേഷം നല്ലോണം പേടിച്ചിനി ഫ്ലൈറ്റ് ക്യാൻസൽ ആവുമോ ഇല്ലേ എന്നൊക്കെ. അതാണ് വീഡിയോ ഒന്നും എടുക്കുന്നത്, സാധനങ്ങൾ വാങ്ങാൻ പോണതും ഇതൊന്നും എന്താ പറയുക. പിന്നെ അഥവാ സാധനങ്ങൾ വാങ്ങിയാൽ അപ്പം പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അതിലാരെ ഇടങ്ങേറാവും. അപ്പോൾ അതിൻ്റെ ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഇനി പുറത്ത് പോകാൻ നിൽക്കുകയാണ്, കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങണം അങ്ങനെയൊക്കെ. അപ്പോൾ നാളെ നാട്ടിൽ പോവാണ് എന്ന് പറഞ്ഞാൽ അനിയത്തിക്ക് ചെറിയ ഇങ്ങനെ ഡൗട്ട് തോന്നിയിനി പറഞ്ഞാൽ ഞാനൊരു സ്ക്രീൻഷോട്ട് അയച്ചിനി. അപ്പോൾ അതിൽ 6-ാം തീയതി പെട്ടീനി. അപ്പോൾ ഞാൻ എന്താട്ടി നേരെ ആ ടിക്കറ്റ് ഫോട്ടോസ്റ്റാറ്റല്ല ഫോണിൽ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അത് 8-ാം തീയതി ആക്കി ഓൾക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ഓക്കെ ഞാൻ 8-ാം തീയതി വരുന്ന ഇതിലെ മൈൻഡിലുള്ളൂ. അത് അങ്ങനെ കുടുങ്ങിയിട്ട് ഞാൻ ഓളോണ്ട് പറഞ്ഞു ഇങ്ങനെ ഞാൻ 8-ാം തീയതി വരുന്നുണ്ടെന്ന് അങ്ങനെ. അപ്പോൾ എപ്പോഴാണ് വെച്ചാൽ ഞാൻ ഇവിടുന്ന് രാത്രി 10 മണിക്കാണ് വെച്ച് പറഞ്ഞ ഫ്ലൈറ്റ്. നാട്ടിലൊരു പെൽച്ചക്ക് 4 മണിയാകുമ്പോൾ എത്തും ഇൻഷാ അല്ലാ. അങ്ങനെയാണ് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ. ഇനിയപ്പോൾ ഓലെ ഷംനനെയാണ് മെയിനായിട്ട് പറ്റിച്ചേണ്ടത്. വേറെ ആരെ പറ്റിച്ചിട്ടില്ലെങ്കിലും ഓളാണ് എല്ലാവർക്കും പണി കൊടുക്കല്. അപ്പോൾ ഓക്കൊരു ചെറിയ പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇൻഷാ അല്ലാ കഴിയണ മാതിരി പറ്റിച്ചാൽ നോക്കാം. ചെറിയാപ്പൂ വരും എയർപോർട്ടിലേക്ക്, ഓനോട് പറഞ്ഞോണം. അപ്പോൾ ഓന് വരാമെന്ന് പറഞ്ഞിരിക്കണം. അപ്പം അങ്ങനെ എല്ലാവരും കാര്യങ്ങളും ചങ്ങായിമാരെ കണ്ടു പോകുമ്പോഴടങ്ങിയതാണ്. നാട്ടിൽ നിന്ന് അതേമാതിരി വരുന്ന ചെറിയ സങ്കടമുണ്ട്. അങ്ങനെ അന്ന് ചെക്കന്മാരായിട്ട് എത്ര ടച്ചായിനി. ഇപ്പം നാട്ടിലത്തെ അതേ സിസ്റ്റം ഇവിടെ കളിക്കാനും. ഇപ്പോൾ ആഴ്ചയിൽ 4 വട്ടം കളിക്കാൻ പോകും. അങ്ങനെയൊക്കെ ഇനി ഗ്രൗണ്ടിൽ ഇല്ലോലും കാക്കന്മാരും എല്ലാവരും അടിപൊളിയേനി അങ്ങനെയൊക്കെ. അപ്പോൾ നാളെ നാട്ടിൽ പോകും, അതിൻ്റെ ഇതിലാണ്. ഇതിപ്പോൾ ഉറക്കൊന്നുമില്ല. ഇപ്പം രാത്രി 12 മണി 1 മണിയൊക്കെ കഴിക്കണേ. വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുക. എന്ത് വെച്ചാൽ ഉറക്കം വരുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, നാട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയുണ്ടാവും. ഒരു എന്താ പറയുക, ഉള്ളിൻ്റെ ഉള്ളിലൊരു അങ്ങനെ സംഭവം. ടൈമാണെങ്കിൽ പോകണമില്ല. ഇനി നാളെ അത്രയും പോകില്ല. അപ്പോൾ ഇൻഷാ അല്ലാ അവിടുന്ന് കാണാം. ഇന്ന് ഫുള്ളും വണ്ടിപ്പാച്ചിലാണ്. വീഡിയോ എടുക്കാനുള്ള നേരമൊന്നും കിട്ടിയിട്ടില്ല. അതിൻ്റെ ടൈമൊന്നും ഇല്ലേനി. സാധനങ്ങൾ വാങ്ങാനും ആകെ കുഴങ്ങി. ഒന്നാമത് അതിൻ്റെ ഇടയ്ക്ക് പനി പിടിച്ചിനി. അപ്പോൾ അതിലേറെ വയ്യാതായി. അപ്പോൾ ഇതൊന്ന് പിന്നെ ഇതൊരു ചെറിയ അൻപേകം. അങ്ങനെ ഇതൊക്കെ ഇപ്പോൾ എന്തെങ്കിലും കൊണ്ടും വണ്ടിപ്പാനാണ്. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ സമയം ഇപ്പോൾ എത്ര ചോദിച്ചാൽ 2 മണി ആയിട്ടുള്ളൂ. 7 മണിക്ക് ഇവിടുന്ന് ഇറങ്ങും. അങ്ങനെ ടൈമാണെങ്കിൽ പോണില്ലേ. പെരിയൊക്കൊന്നും വിളിച്ചിട്ടില്ല. ഇനി പണി കഴിയാതെ നേരമാകുമ്പോൾ ഉമ്മാക്ക് വിളിച്ചണം, അല്ലെങ്കിൽ ഉമ്മാക്ക് ഡൗട്ട് അടിക്കും. ശമ്പളത്തും എന്നും പണി ചെയ്യുന്ന നേരത്ത് എന്താ പണി എത്തി വെച്ചാണ്ട് അതേമാതിരി താത്തി അയക്കലുണ്ട്. ഓൾക്ക് ഡൗട്ടുണ്ട് വരുമോന്ന്, പക്ഷെ എന്താണെന്നറിയില്ല. അപ്പോൾ എന്താ പറയുക, ആ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചിട്ടില്ലേ ഓൾക്ക് ഡൗട്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു 5 മണിയാകുമ്പോൾ ഇവിടെ 5 മണിക്കാണ് ഡ്യൂട്ടി ചെയ്യുക. അപ്പോൾ 5 മണിയാകുമ്പോൾ ഓൾക്ക് അങ്ങോട്ട് മെസ്സേജ് അയക്കണം. ഈ ചെറിയാപ്പൂന് വിളിക്കുമ്പോൾ ഡയറക്റ്റ് പറയാനും പറ്റില്ല, ഓളുണ്ടാവും അടുത്ത്. അപ്പോൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ വെച്ച് മെസ്സേജ് അയക്കും. അപ്പോഴേ ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയുള്ളൂ. അല്ലെങ്കിൽ ഓൾക്ക് ഡൗട്ട് അടിച്ചാൽ ആകെ പണി പോട്ടും. അപ്പം അങ്ങനെയൊക്കെയാണ്. അവിടെ നിന്നാണ് അയച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ വെച്ചാൽ അത് വയ്യാതായി പനിച്ചിനി. അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. ബോർഡിംഗ് പാസ് കിട്ടിയത് ഓർന്ന് കയറി എടുക്കാൻ പറ്റില്ല.
ഇവിടെ എത്തി, കോഴിക്കോട് എയർപോർട്ടിലുണ്ട്. ഷൂലെത്തിയിട്ടില്ല. എന്നോട് പോലും പറഞ്ഞാണ് 4:30 എത്താം. പക്ഷെ വെറുതെ നല്ല മഴയാണ്, നല്ല മഴ. അപ്പോൾ ഓല് വരുന്നുള്ളൂ, ഒരു അരമണിക്കൂറായി ഓല് എത്തണമെങ്കിൽ. ഒന്നാമത് പറഞ്ഞാൽ ഞാൻ ഇപ്പം അവിടെ നിന്ന് കയറുന്നതും ഞാൻ പോരണോ കെട്ടിയിട്ടൊന്നും കാര്യമില്ല. ഇവിടെ ഒറ്റക്കല്ലേ. അപ്പോൾ എന്താ പറയുക, ഇവിടുത്തെയല്ലേ വേണ്ടത്, പറ്റിക്കണല്ലേ വേണ്ടത്, ഫ്രാങ്കല്ലേ വേണ്ടത്. അപ്പം ഒന്നാമത് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് മല്ലിപ്പാന് വാങ്ങിയ സാധനങ്ങളാണ്. അപ്പം അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളും നല്ലോണം ഉണ്ടായിന്. ഒരു ദിവസം കൊണ്ട് ആകെ ഓടിപ്പാനിട്ട് ആകെ അടങ്ങാതായി. അപ്പോൾ അതിൻ്റെ ഇത് അപ്പം നൂല് വരുന്നുണ്ട്. നൂല് വന്നിട്ട് അവിടുത്തെ ഒരു വന്നിട്ട് പിന്നെ അതിൻ്റെ ശേഷൻ്റെ വീഡിയോ ശമ്പളത്തിനെയാണ് കിട്ടേണ്ടത്. ഇനിയപ്പോൾ ശമ്പളത്തിനെ കിട്ടണം, അതേമാതിരി താത്തനെ കിട്ടണം. പ്ലാന് കിട്ടുമ്പോൾ നടക്കുന്നൊന്നും അറിയില്ല, പക്ഷെ പരമാവധി നോക്കണം പറ്റിക്കാൻ. ഇനിയിപ്പോൾ ഇവിടുത്തെ 8:30 ഉമ്മക്ക് വിളിക്കണം, അല്ലെങ്കിൽ ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ടില്ല എന്ന് ഉമ്മ കരുതും. അപ്പം ഉമ്മക്ക് ഡൗട്ട് അടിക്കും. അതേമാതിരി താത്തൊന്ന് മെസ്സേജ് അയക്കും, അനിയത്തി അയക്കും. അപ്പോൾ ഓൽക്കൊക്കെ രാവിലെ പണിക്ക് പോയോ എന്നൊരു മെസ്സേജ് അയക്കും. അപ്പോൾ എന്തായാലും അയക്കൽ നിർബന്ധമാണ്, ഇല്ലെങ്കിൽ ഓൽക്ക് ഡൗട്ട് അടിക്കും. എങ്ങനെ പറ്റിച്ചാൽ എന്താ പറ്റിച്ചു ഒരു ഐഡിയ ഇല്ല. ഇനി ചെറിയ പോകുന്ന കിട്ടും. അതേമാതിരി കമ്പനിക്കാരുടെ മുന്നേ എല്ലാവർക്കും അറിയുണ്ടാവും, നമ്മളെ ചങ്ങായിയാണ്, നമ്മളൊപ്പം പഠിച്ചാണ്. പിന്നെ നോക്കട്ടെ എന്താ അവസ്ഥ എങ്ങനെയാണെന്നൊക്കെ. ഉമ്മാനൊക്കെയാണ്, ഉമ്മ കൊല്ലില്ല എന്നുള്ളൂ. ഇന്നലെ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ എന്നാ വരിക എന്താവും ഒരു ഐഡിയ ഇല്ല. പക്ഷെ അമ്മ ഞാൻ 8-ാം തീയതി വരും പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങളോട് 8-ാം തീയതി പറഞ്ഞോണ്ട് എന്തായാലും മെസ്സേജ് അയച്ചിനി, നമുക്ക് ഫസ്റ്റ് താത്താൻ്റെ കൂടെ പോകണം, അതേൻ്റെ തറവാട്ട് പോകണം, ഇമ്മാനെ പറ്റിക്കണം. ഫുള്ള് പ്ലാനിങ് ആണ് 8-ാം തീയതിന്. ഇപ്പം 8-ാം തീയതിന് ഇമ്മ പറയുക 9-ാം തീയതി വരിക. ഇമ്മാൻ്റെ മനസ്സിൽ 9-ാം തീയതിയാണ്. അവിടെ 9-ാം തീയതി 10-ാം തീയതി കല്യാണമുണ്ട്. അപ്പം 9-ാം തീയതി ഡേറ്റ് ഉറപ്പിച്ചിട്ടാണ്, ഞാൻ 9-ാം തീയതി വരുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ്. എന്താവുക എങ്ങനെയൊന്നും ഒരു ഐഡിയ ഇല്ല. ഇമ്മ ഇപ്പം ഇടങ്ങാറാവും. പക്ഷെ അമ്മ പിന്നെന്താ അറിയില്ല, അതേമാതിരി താത്താൻ്റെ എന്താണെന്ന് അറിയില്ല, എങ്ങനെയൊന്നും ഒരു ഐഡിയ ഇല്ല. അതേമാതിരി തറവാട്ടിക്ക് അമ്മാനി അങ്ങനും മൂട്ടിനൊന്നും അറിയില്ല ഞാൻ വരുന്ന കാര്യം. ആകെ 2 അറിയുള്ളൂ, മുന്നേക്കും ചെറിയപ്പനും മാത്രമേ അറിയുള്ളൂ. അങ്ങനെ പല മണിക്കൂറായി ഇവിടെ ഇരിക്കൽ തുടങ്ങിയിട്ട്, ഓല് ഇതുവരെ എത്തിയിട്ടില്ല. നല്ല മഴയാണ്, അതുകൊണ്ട് ലേറ്റ് ആയിരുന്നു. നോക്കി നോക്കട്ടെ എന്താന്ന്. അവർ തീരെ വയ്യ എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് മണ്ടി പറഞ്ഞതാണ്. ഈ സാധനങ്ങൾ മൊത്തം പറഞ്ഞാൽ ടൈം എത്തിയിട്ടില്ല. ഒറ്റക്കാണ്, വണ്ടിയില്ല, കുറേ ദൂരം ഉണ്ടാവുന്നു മാർക്കറ്റ് പോകണമെങ്കിൽ തന്നെ. ചോക്ലേറ്റ് ആണെങ്കിലും സാധനമാണെങ്കിലും കുറ്റാക്കിലെ സാധനങ്ങളും ആണെങ്കിലും കുറേ നടക്കാണ്ട്. ഒറ്റക്കായതുകൊണ്ട് ഒന്ന് കൊണ്ടുപോകും, പിന്നെ അടുത്ത റൂമിൽ വെച്ച് പോരും, അടുത്ത കൊണ്ടുപോകും, റൂമിൽ വെച്ച് പോരും. അങ്ങനെ ആക്കിയതാണ്. അപ്പം ഇനി ഓല് വന്നിട്ട് കാണാം. ആയിക്കൂടെ വീണില്ല. എന്ത് എന്താ തരം ആണോ? അങ്ങനെയൊക്കെ ഉണ്ട്. എന്നിട്ട് എന്തൊക്കെ സുഖാവ് അപ്പൊ ഓടുണ്ട് അവിടെ ഉണ്ട്, ഈ ഭാഗത്തുണ്ട്. എന്ത് വീഡിയോയോ? അല്ലാ ഏത് വീഡിയോ?
ഓന അവിടെ അവിടെ ഉണ്ട് ഇതിർത്തോ അത് പോയില്ലേ ആൻഡ്രോയിഡ് ആയിപ്പോയി ഫോണ് ഓന്റെ പോട്ടെ പോട്ടെ ദിക്കടോ ദിക്കടോ ഇല്ലട്ടോതാ ആരും ഇല്ലട്ടോടെ ആൾക്ക് ടിസ്റ്റ് അറിയോ ഞാൻ ഉറങ്ങീനി അങ്ങനല്ല ഓൻ ഡോൺ ഡിസ്റ്റർബ് ഇട്ട് ഉറങ്ങ എന്നിട്ട് ഞാൻ 3:30 ആയിട്ട് ഓനെ കാണാനല്ല എന്നിട്ട് ഞാൻ ഷംനക്ക് വിളിച്ചു ഷംനക്ക് വിളിച്ചപ്പോ ഷംന എടുത്തപ്പോ ഞാൻ പറയേ ഇപ്പുറത്തെ ഷെയിം വിളിച്ചിട്ട് ഓനെ വിളിച്ചിട്ട് കിട്ടണില്ല എന്നിട്ട് ഓ ഇന്നെ വിളിച്ചിട്ട് അപ്പൊ എന്റെ നമ്പറാ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഓനൊന്ന് വിളിച്ചിട്ട് പറയാറുണ്ട് ഓള് വിളിച്ചു ചോദിച്ചാവോ അല്ല ഈ കൂടെ എടുക്കണ അങ്ങട്ടാ എങ്ങട്ട് നിക്ക് ലഗേജ് ഇതിൽ കൂടെ കൊണ്ടുവരാനല്ലേ ഉള്ളൂ ഇതിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ ഇതിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ ഇതിൽ കൂടെ ഞാൻ വന്നത് ഈ കൂടെ കാണാൻ പറ്റില്ല ഈ കൂടെ ഒട്ടും പറ്റില്ല അവിടെ കാണും ഇതിൽ കൂടെ പോകാൻ പറ്റും ആ എല്ലാതും വേണം അവിടുന്ന് എക്സിറ്റിന്റെ മനസ്സിലാവട്ടെ എക്സിറ്റ് ആണ് ഇത് ഉമ്മേ ഇങ്ങനെ പിടിച്ചാ ഷംന ദീപിച്ചിട്ട് ഡൗട്ടൊന്നുമില്ല ഇപ്പൊ വണ്ടി എടുത്ത് പോന്നപ്പോൾ ഇല്ല വിളിച്ചിക്കണേ എന്തിനാ വിളിച്ചയച്ചിട്ട് കേറി പിന്നെ അവിടുന്ന് കാണാല്ലേ ബാക്കി ഓ അങ്ങനെ ആളികളെ എത്തില്ലേ നീപ്പിച്ചല്ലേ അങ്ങനെ വീട്ടിൽ എത്തിക്കണ ഗൈസ് എന്ത് ഫസ്റ്റ് ശബ്ദനാണ് നെട്ടിച്ച നമുക്ക് എന്താണ് വീട് അല്ലേ എടുക്കണോട്ടോ വീഡിയോ ഓരോ മുഖത്ത് തന്നെ വേണേ അല്ലാതെ താഴത്തും അല്ല ഞാൻ എക്സ്പ്രഷൻ ഞാൻ വേറെ എടുക്കണ്ടേ ഇജ എന്റെ എടുക്കുക ഞാനിപ്പോ എന്താ ഇജൊന്നും കാട്ടണ്ട ഞാൻ പറഞ്ഞിട്ടെന്നാ കേറി പോരണ ഉള്ളിക്ക് അതാക്കല്ലേ ഉള്ളിൽ കേറിയിരുന്നോ ഉള്ളിക്ക് പോയി ഉള്ളിക്ക് പോവല്ലേ ഞാൻ പറഞ്ഞിട്ടേ ഇതിപ്പോ നടന്നോ അവിടെ ഇപ്പൊ ഇങ്ങോട്ട് വരും എത്ര പോരെ ഒഞ്ഞു പോണോ ഇനി കുറച്ചുകൂടി പോവാം ഞാൻ ഒച്ചട്ട് പോള് വരൂല വെച്ചിട്ടാണ് കുറച്ചുകൂടി ഇറങ്ങി വണ്ടി ഉണ്ടാവാനേ എവിടെ സ്കൂട്ടിയുടെ
ചെറിയപ്പോ ആണെന്താ എന്തിന് അതിന് നിങ്ങളെ ഫാമിലി ആയിട്ട് പോലെ എമ്മയും കാറൊക്കെ വച്ച മുളി ഉണ്ടാക്കണറിയില്ലേ നാളെ എന്ത് അടുക്കട്ടെ എന്താ എടുത്തോ സൗണ്ടാതി സൗണ്ടാ എന്തേ അതോ അതാ ആരത് വാ ആരാണ് ആരാ ഈ ഫോണിന്റെ ലോക്കൊക്കെ ഒന്ന് പറഞ്ഞേ ഞാൻ ലോക്ക് ആർക്കാ വിളിച്ചേ ഇല്ല എനിക്കൊന്നും അറിയില്ല നമ്മള് സിപ്നാനിത് പോവുകയാണ് അങ്ങനെ പ്ലാൻ വിചാരിച്ചാൽ കൈയൊക്കെ വർക്ക് അറിയില്ല അപ്പൊ ഇങ്ങനെ പരിപാടി വിചാരിച്ചാല് സിപ്നാന്റെ അവിടെ പോയിട്ട് പറയും ഞാൻ പൊറോട്ട വന്നിരിക്കുന്നത് ഡെയിലി വ്ലോഗ് എടുക്കുന്ന മാതിരി ബേബിയാണ് ഇത് മാറ്റി ഹലോട് ഇങ്ങോട്ടോ ഹലോ ഞാന് പൊറോട്ട ആക്കാൻ വരുന്നുണ്ട് എന്തേലും വ്ലോഗ് എടുക്കണ്ടേ എന്നിട്ട് എന്താ ഇത് പുറത്തിറങ്ങിക്കൊണ്ടിട്ടോ ഞാൻ മീതാക്കാന്റെ വീടിൽ നിന്ന് വരുന്നുള്ളൂ ട്ടാ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ പറയുന്നോണ്ടൊന്നും വിചാരിച്ചില്ല അപ്പൊ പോയില്ലെന്നാ പോലെ ചെറിയപ്പോ ചെറിയപ്പോ അരമണിക്കൂറുണ്ട് മുന്നേ വിളിച്ചോണ്ട് ഒറ്റടിക്ക് തന്തിക്ക് വിളിച്ചുമ്പോ ഫോൺ വിളിച്ചുമ്പോ ഒരു പേടിയല്ലേ അപ്പൊ ഞാൻ പറഞ്ഞ ഓർമ്മ പിന്നെ മുതലിക്കല്ല അല്ല അപ്പൊ വിളിച്ചിട്ട് മുന്നോട് ജോർങ്ങ അല്ല 3 മണിക്ക് ഞാൻ പിന്നത്തെ കാര്യം ചോദിച്ചു അപ്പൊ ഷെയ്നിനെ വേറെ എന്തേലും പറയണെങ്കിൽ എന്താ വെച്ചിട്ട് ഷെയ്നെ അല്ലേ ഞാപ്പി ഇപ്പഴത്തെ ആരെങ്കിലും പറഞ്ഞപ്പോ ചെലപ്പോ പിരാതിനൊക്കെ വിളിച്ചു എന്താ അപ്പൊ ഷെയ്ൻ പറയും പൈസ ചോദിച്ചാണ് എടുക്കണ്ട അങ്ങനെ പറഞ്ഞോ ഇജാട് കട്ടേണ്ട ആള് എന്നാ പോവല്ലേ നമുക്ക് പോലെ ഷിഫ്റ്റാനോടെ സെറ്റ് ചെയ്ത് വെച്ചിക്കണേ ഇപ്പൊ പൊറോട്ട ആക്കാൻ പോവാണ് അപ്പൊ സൈഡിൽ നിൽക്കണം ഒരു വ്ലോഗ് എടുക്കാന്ന് പറഞ്ഞിട്ട് എന്നാ പോലെ ഓക്കെ നമ്മള് പൊറോട്ട വാങ്ങാൻ ഇറങ്ങിയാന്ന് പറഞ്ഞു വന്നതാണോ എന്നൊക്കെ ഡൗട്ടുകാരൊക്കെ തോന്നിയിരിക്കുന്നു കേട്ടോ അത് ഞാൻ ഉള്ളിൽ കയറുക എൻ്റെ കഥ ഷെഫീക്ക് വരിക നമ്മളിന്നൊരു വെറുതെ കുഞ്ഞു വ്ളോഗായിട്ടാണ് വരുന്നത് നമുക്ക് നോക്കി നോക്കാം ഇങ്ങനൊക്കെ ആക്കാറുണ്ട് എന്തോ ഉണ്ടോ നോക്കാൻ അറിയാതാണ് ഇമ്മാരെ കട്ടാക്കിയില്ലേ ഇമ്മാരെ കട്ടാക്കിയോ എന്താ ഐഡിയ ഓള് കോളാക്കിയാണ് ഓക്ക് ജനൽക്ക് കൂടെ കണ്ടുണ്ടായി പശുവോട് നമ്മളെ ചെങ്ങായിനെ ആദ്യമായിട്ട് കാണാന് ഇച്ചറിച്ചോള് പൊറാട്ട എന്തോ ആരാണി അതാരാണി വെണ്ണടി
ഞാനെട്ടി കരഞ്ഞു കുത്തിരിക്കാണ്. ചെറിയ വളയനായിട്ട് പോയി അറിഞ്ഞില്ല ഞാന്. മുന്നീന്ന് വന്നപ്പോൾ എന്താ മുന്നേ ജനലിന്റെ ഉള്ളിൽ കൂടെ കുറച്ച് കണ്ട് ആ ഒരു ഇജ് വരുന്നതോള് കണ്ടു, ഓടി വരുന്നത് കണ്ട്. ഇജേ അതല്ല വിറ്റ് ഞാന് ഇവിടെ സിയാക്കൊണ്ട് കുത്തിരിക്കാണ്. ദിയാനും ഉമ്മി ഷഫീഖ് കൂടെ വന്നിട്ട് നിങ്ങളോട് ആരോട് ഞാൻ പറയില്ല എന്ന്. എന്നാ കയറി പോട്ടെ, ഈ തറവാട്ടിൽ പോയിട്ട് നമുക്ക് അവിടെ പോവാം. അറിയോ എന്നമ്മാനോട് പറഞ്ഞിട്ടുണ്ടോ? അമ്പത് പൊന്നാരമ്പത് വരുന്നത് കൊളായി ഇവിടെ നോക്കാ. ഞാനല്ല ഈ പെണ്ണും ഉമ്മാക്കൊക്കെ വിളിച്ചത് പൊറാട്ട അങ്ങനെ നടു റോട്ടില് ഇന്നറിഞ്ഞിട്ടില്ല. ഓളെ ആ ജനാലിന്റെ ഫുള്ള് കൊണ്ടുപോയില്ല അങ്ങോട്ട്. ഓള് വരുന്നില്ല, ഓള് ആ ജനാലുണ്ട്, ഓള് പുട്ട് കൊഴച്ച അവിടെ നിക്കാണ്. ഇന്ന ചീത്ത അറിയാ എന്താ സംനാക്ക് ഇജ്ജ് പൊറാട്ടാക്കാൻ സൈക്കോ. എന്ത് തോന്നുന്നു ഇന്നോട് 8-ാം തീയതി പറഞ്ഞത് ഞാൻ മൂഞ്ചി. ഞാനാണ് കേട്ട് പാവണ്ടോന് ഇച്ചോള് വിളിച്ചപ്പോ തന്നെ ഞാൻ അവിടെ ജനാലി ഞാൻ വെല്ലില്ല പൊറാട്ട ഞാൻ വെല്ലില്ല. പക്ഷെ ആ പൊറാട്ടിന്റെ ഇച്ചെന്തോ അതുവരെ പ്ലാനിങ് നോക്കി. ഓളെ കൂടെ ക്യാമറൊക്കെ തുറന്നിട്ടില്ല, കേറാനില്ലാണേ. നേരെ ഇവിടെ പൊറാട്ടക്ക് അപ്പൊ വിളിച്ചാ പോലെ നിങ്ങൾ ഇവിടെ എത്താൻ നേരത്തെ ഐഡിയ മാറ്റിയാ മതി അല്ലേ? കുറച്ച കണ്ടു തല. ആ ഓം വരുന്നതൊന്നും കണ്ടില്ല, ഇങ്ങോട്ട് കേറുന്നത് കണ്ടു. അല്ലെ അയില് കേറിയാ മതി. മതിയെ ആ കന്റെ പ്ലാൻ അല്ലേ? എന്ത് തോന്നോ ചെല്ല് ഫിദാന്റെ ആളെയാക്കിയില്ലേ? ചെല്ല് നോക്കുക ഇവിടെ ഞാളിയാക്കി. എന്താ തോട്ട് സിഫിന് ഒരു പൊട്ടത്തരല്ലേ? അളിയാക്കോയി അളിയൻ വന്നങ്ങടെ നീച്ചില്ലേ? ചിയാക്ക് വന്നങ്ങനെ ചിയാക്ക് വന്നങ്ങണത് അതാ. രാത്രി രണ്ടാണ്ട് തല്ലുപിടി. ഓനടി എന്നോട് 8-ാം തീയതി പറഞ്ഞ. അപ്പൊ എന്നോട് പറഞ്ഞ ആരോട് പറയുന്ന ടിക്കറ്റ് വിട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട്. അപ്പൊ ഞാൻ വലിയ കാര്യത്തില് ഞാൻ പറഞ്ഞില്ലേ ഡ്രസ്സൊക്കെ ഒരുക്കി വെച്ച് വരാനായിട്ടുണ്ടാവുന്ന്. ഇച്ചറിയനി ഇമ്മക്കാരെ വിളിച്ചെന്ന് കേട്ടിക്കണോ? ഇല്ല ദിയാന അറിഞ്ഞിട്ടുള്ള ആരും അറിഞ്ഞിട്ടില്ല. പറയല്ലേ 5 മണിക്ക് എത്തിക്കണ റീതു ഇതാക്കണ് കറക്കണ്. അപ്പൊ എന്താ തലക്കണി വെച്ച് പുറപ്പെട്ട് ഇതാക്കണ പേരിലൊന്നും ആർക്കറിയില്ല. വഞ്ഞു മാറ്റിഞ്ഞ തറവാടക്കൊക്കെ ആദോ ഇത് വാ എനിക്ക് വിളിച്ച് പറയും ഒന്നുമില്ല സമയം ഡൗട്ട് തോന്നിയാ പറയും. അതിനുണ്ടല്ലോ ഇവിടെ കൊട്ടാടി. അതല്ലേ എന്താ പ്രശ്നം? നല്ല ചീറ്റയാണല്ലോ ചെറിയ പൊങ്ങ്. മെസ്സേജ് അയക്കണേ. ഒന്നും ആയിട്ടില്ല. അപ്പോത്തിന് നമ്മളവിടെ എത്തും. ആ ചെങ്ങായിയെ ആരെ പെണ്ണുകിണ് ഗപ്പൊന്നൊക്കെ ആരെ പെണ്ണുകിന് ആരെ പെണ്ണുകിന് ദുബായിന് ആരെ പെണ്ണുകിന് ഇങ്ങനെ കാണാന് ആരെ പെണ്ണുകിന് ചിയാഗു പെണ്ണുകിനോ? ഷഫീഖിനെ ആദ്യമായിട്ടല്ലേ കാണാലിയേ? അത് തെങ്ങായേ ഇങ്ങളെ കാണാൻ ആരെ വന്നിട്ട് ചെറിയാപ്പ കൊടുക്കത്താ. പിന്നെ ഇപ്പൊ ആരും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അടിച്ചോനെ. ചെറിയാപ്പൊക്കെ 3 മണിക്ക് വിളിച്ചണേ. ആ കൊണ്ടുവരാൻ വയ്ക്കണം. അപ്പൊ എന്തിനാ ഞങ്ങള് പോണ? അളിയന്റെ വണ്ടീന്റെ എന്തൊരു സാധനം മഞ്ചേരി ഉണ്ട്. അളിയനെ അവിടെ കൊണ്ടുവന്ന അളിയൻ പറഞ്ഞു ചെറിയാപ്പൊന്ന് ഞാനും വരെ ജലേന്റെ ഒപ്പം വല്ല് ജലേനെ കണ്ടാ വയനജിന്റെ ഒപ്പം വല്ല് വെച്ചിട്ട് ഇന്ന് ചീത്താന്ന് അളിയൻ ചോദിച്ചാൽ നിന്നില്ല. അതില് മുന്നേ 3:15 വിളിച്ചിട്ടുണ്ട്. ഷംന എന്താ പണി ഉറങ്ങാ? അല്ല ഞാൻ ഈച്ചത്തിരിക്കണെന്ന് ഞാൻ ഓനെ ചീത്താന്ന്. ചെറിയാപ്പൂനോട് പറ ഷെയ്ൻ 2 വട്ടം വിളിച്ചേക്കണം കിട്ടിയിട്ടില്ല. ഇച്ചെന്താ അറിയാ ഷെയ്ൻ എന്നൊക്കെ പറഞ്ഞപ്പോ ഷെഫീങ്ങിനെ അവിടെ പോകുമ്പോട്ടല്ലേ അവച്ച് കറന്നിട്ട് ഉറക്കുന്നില്ല. അതില് ചെറിയാപ്പ് നീച്ച് 3:45 എന്നോട് 3 മണിക്ക് വിളിച്ചാൻ പറഞ്ഞല്ലേ പറഞ്ഞു. അപ്പൊ അലാറം അടിച്ചിക്കണ് കേട്ടിട്ടില്ല. അതിൽ ഞാൻ പിന്നെ മുന്നേ ചെറിയ പോയിട്ട് വിളിച്ചിട്ട് എന്തിനാടാ ഷെയ്ൻ വിളിച്ചത് എന്തിനാന്ന് എനിക്ക് അറിയിച്ചോ ചോദിച്ചു നോക്കുകയാണ്. ആ ഒന്നുമില്ലടി എന്തോനെ കിട്ടായിട്ട് ചോദിച്ചു. അപ്പോത്തി പൊയ്ക്കണേ. പിന്നെ ഞാനൊരു 7 മണിയായപ്പോ വിളിച്ചപ്പോ പറഞ്ഞു നിലമ്പൂരെത്തിക്കണ് പറഞ്ഞു.
അപ്പൊ മഞ്ചേരി ആണെങ്കിൽ എത്താ അതൊന്നും ഓർക്കണില്ല, തലി കൂടെ വരുന്നില്ല. അതില് മുന്നേ ഷെഫീക്ക് 8-ാം തീയതി നിക്കല്ലേ ചെറിയാപ്പു മുന്നേം കാർന്നിറങ്ങി അതില് ഈ മുന്നേ എജ്ജുണ്ടാ. അപ്പൊ നമുക്ക് നാളെ കൊണ്ടുവരാൻ പോണ്ട ഇങ്ങോട്ട് ഷെഫീഖിന്. ആ പോണേ അതിന് നിങ്ങളെ ഫാമിലി ആയിട്ട് അല്ലടാ ഞാനും ഇജ്ജാ പോണ് ചെറിയാപ്പൂനെയും കൊണ്ടുപോകാം, വേറെ ആരും കൊണ്ടുപോണ്ടാന്ന്. അപ്പൊ ഉണ്ട് ഡോറ് തുറന്ന് ഇങ്ങനെ വേണം. ഇത് ഓർമ്മല്ലോ ടിക്കറ്റ് 8-ാം തീയതി ഒക്കെ 8-ാം തീയതി. ഞാനെന്നടി ഇമ്മ ഇന്നെ പറ്റിച്ച ഇനി എന്തൊക്കെ വിളിച്ചിട്ട് ഉമ്മാക്കത് തിരിച്ചു വിളിച്ചാ ഒച്ചണ്ടാക്കില്ലേ? ഒച്ചണ്ടാക്കരുത്. എല്ലാരും പറയും ഇമ്മ അറിഞ്ഞുകൊണ്ടാണ് അറിയാം. അപ്പൊ ഉമ്മ അറിഞ്ഞിട്ടില്ലല്ലോ. ഉമ്മ അറിഞ്ഞിട്ടില്ല. ഇമ്മ എന്നെ പറ്റിച്ചു. ഞാൻ നമ്മ അറിഞ്ഞിക്കണ ചേച്ചാ അവൻ ആദ്യം രാവിലെ തന്നെ കിട്ടി. ആദ്യം വെളുത്ത് പോയിട്ട് അവിടെ ഒച്ചണ്ടാക്കില്ലേ? ഇച്ചു വിളിച്ചാണ് ഇനി കട്ടാക്കി ഇനി വിളി. എവിടെ ക്യാമറ ഓണാക്കിട്ടില്ല സാറേ. ഇനി ചെറിയ ഇതി കൂടെ അച്ചോനെ ഇതിയാനെ നോക്കി ആ ഫോട്ടോ ഇജ്ജ് കടക്കണ ഫോട്ടോ ഒക്കെ വിട്ടുനിക്കണ് കാലി വെച്ചിങ്ങ. ആ മുട്ടായി ഗൾഫത്തെ മുട്ടായി ഇന്നാണ് മനസ്സിലായില്ല. കിക്കാറ്റ് ഇന്നാണ് പെട്ടി ഒട്ടിച്ചിട്ടേ. അതാ നോക്കിയാ ഞാൻ എന്താ പറയുന്നേ കേട്ടോ. ഓനോട് എന്നോട് ഓരോട് ഡേറ്റ് അറിയാൻ പറഞ്ഞേ. ഓനെന്താ ഓനാ ചിരി ഉണ്ടോ? ആ എന്തേ ഞാനടാ സിംകാക്ക് വന്നു ചോദിച്ചാനേ. എന്നോടാരേ എടച്ച് ഗൾഫത്തെ മുട്ടായൊക്കെ പൊട്ടിച്ച് തിന്നോ? പൊട്ടിച്ച് മുട്ടായൊക്കെ പൊട്ടിച്ച് തിന്നോ? എന്തിനൊക്കെ പാടെ തിന്നാ നിക്കണേ? അനക്കന്നല്ലതാ AI ഒന്നല്ല. ആരെ മുട്ടായി ആരെ കാലുവാണാവോ? എടാ ജിന്നെ പറ്റിച്ചാലേ അവിടെ കടക്കും തൽക്കണൊക്കെ അല്ല വന്നിട്ടുണ്ടാവും. ഓനറിയ ഡേറ്റ്. അനക്കറിയ ഡേറ്റ്? അപ്പൊ സിയാ ഓനക്കാര മുട്ടായി അല്ല അത്. എന്തിനാ എന്നാ പുട്ട് വേച്ചൂട് പുട്ട് കഴിഞ്ഞൂട് ഓനത്തേക്ക് പോയോക്ക. ഞങ്ങള് വരാട്ടോ കേട്ടാ നോക്കട്ടെ. സത്യം ആ മുട്ടായി തിന്നുണ്ടോ? ഷുവറില്ലേ? എടാ തങ്കായത്തെ അച്ചിമീൻ തിന്നുണ്ടോ മുട്ടായി? സത്യം പറയുമ്പോ വന്നിക്കണോ? ഷെഫീഖ് വന്നിക്കണോ? അത് നന്നായി. ഇതിലേറെ വലിയ സർപ്രൈസ്. വലിയ മുട്ടായി ഞങ്ങള് വരുമ്പോ തിന്ന നന്നായി. ആടി ഈ ഗൾഫ് മുട്ടായി തന്നെ അച്ചിമാന്റെ കജ്ജ മുട്ടായി. ഇങ്ങക്ക് ഷെഫീഖ് വന്നതക്കാര് ഇവളെ വന്നമ്മ ഓന്റെ കാര്യത്തില്. ആണോ? ആദ്യന്റെ ഇതൊക്കെ വരുന്നോലോ? ആദ്യന്റെ ഇതൊക്കെ വരുന്നോലോ? അത് കഴിഞ്ഞ സിഫ്നാന്റെ അടുത്തോ? ആണോ? ഓനെവിടെ കടന്നുറങ്ങാണോ? പല റൂമിലാ? ആണോ? അപ്പൊ എന്നിട്ട് വാതില് മുട്ടിയിട്ടാ കേറിയതോന്? തള്ളുന്ന് പറഞ്ഞ 1.5 തള്ളു. എത്തിയാലോ ബോംബൊക്കെ പൊട്ടുന്നതിന്റെ മുന്നേ കഴിച്ചില്ലായി. പെട്ടി പൊട്ടിച്ചുലേ? വല്ലാത്ത ജാതി. ആ ചങ്ങായി ഒന്ന് ഇരുന്നോട്ടമ്മ. ആ ചങ്ങായി ഒന്ന് കറന്ന് നെയ്ച്ചിട്ട് പൊട്ടിച്ചാ പോരെ. ഇനി വ്ളോഗ് എടുക്കഴിഞ്ഞ അതെ നിങ്ങൾ തന്നെ ഒറ്റക്ക് മകനെ കൂട്ടിയിട്ടിട്ട് ഒറ്റക്കനെ പൊട്ടിട്ട് എന്താ അത്? എന്തിനു നിക്കാണ്? മുട്ടായി ഒക്കെ തിന്ന മണ്ടല് പൊളിച്ചത് ഞാന്. ഓന് 1 മിനിറ്റ് അതൊക്കെ തിന്നാന്. എന്താ ചെയ്യാന്? ഓൻ സിർക്കാക്കുനെ കിട്ടിട്ട് എന്താ പറയണേ? ഇച്ചലോലും ഇങ്ങനെ പ്ലാൻ കടന്നുറങ്ങോ ചായ ഷെഫീഖ് അവിടെ കിടക്കുന്നുണ്ട്. ഇമ്മടക്കും ഇമ്മ രാവിലെ സ്വപ്നം കണ്ടു. ഓലവിടെ കടന്നുറങ്ങുന്നുണ്ട് ഓല് പറയുന്നത്. അല്ലേ ഓനവിടെ കടന്നുറങ്ങിട്ട് രാവിലെ ആ സ്വപ്നം കണ്ടില്ല. അപ്പൊ വന്ന് വാതില് മുട്ടുണ്ട് തുറന്നു നോക്കിയപ്പോ ഷെഫീഖ് ഉമ്മ ധ്യാന കരഞ്ഞു. അപ്പൊ വാതില് ഒറ്റയൊക്കെ പൊട്ടി വെച്ചോടത്ത് മുട്ടായി കേറി. അപ്പൊ നമ്മളിഞ്ഞ് നേരെ തറവാട്ട് പോകുക. കാരണം ഈ ഏരിയ കഴിച്ചാ പിന്നെ ഞമ്മള്
എന്താ നമ്മളിവിടെ നിങ്ങള് പ്ലാനിങ് നടത്തിയില്ലേറെ പ്ലാനിങ് പോലെ അവിടെ ഉണ്ടാക്കിയിരിക്കണം. പക്ഷെ ഉമ്മാക്കറിയില്ല. എന്നാലും നോക്കി ആരോ കഴിവുന്നുണ്ട് കൂടി ചിരിച്ചു നോക്കമ്മ. അപ്പൊ നമ്മള് നേരെ തറവാട്ട് കൂടെ ഓടിപാടെ നെട്ടിച്ച് പെരി പോവാ. ഇനി നേരെ പോണത് തറവാട്ടക്കാണ്. ഷെഫീക്ക് ഇപ്പൊ മുന്നിൽ പോയിക്കണേ, ഞങ്ങള് കാറ് പോവാണ്. ആദ്യം ഞാൻ അവന് വീഡിയോ കേട്ടില്ല മാതിരി കേറി ചെല്ലും മോണ്ട നടന്നുറങ്ങായ അമ്മായി ഉമ്മ. അപ്പൊ അമ്മായി അവിടെ ഇറങ്ങി ഇവിടെ നിക്കണ്ടേനി കേട്ടോ. അപ്പൊ ഷെഫീക്ക് അവിടെ പോയി നിന്നിക്കണേ. അപ്പൊ ഓനോട് വരാൻ പറഞ്ഞിക്കണേ. അപ്പൊ അമ്മായി തട്ടിട്ടിട്ടില്ല അറിഞ്ഞിട്ട് ഇപ്പൊ മേലേക്ക് പോയി. ഇവിടെ നിന്നിട്ടോ? ഇല്ല കണ്ടിട്ടില്ല. അമ്മായി അവിടെ ആരോടെ വർത്താനം പറഞ്ഞിട്ടുണ്ടേനി. നമ്മള് പിന്നെ അങ്ങോട്ട് വീഡിയോ കയറ്റാൻ വരും. അനുവിന്റെ ഫോണിൽ നിർത്തത് അതേപോലെ വീഡിയോ എടുക്കാൻ വരും എന്നുള്ള മൈൻഡില് നമ്മള് വരുന്നേ. ചേച്ചിയെ പിന്നെ 6 മാസം ആവാനായി. 12-ാം തീയതി 6 ഇനി അങ്ങട്ടാ കടക്കണ്. ഇനി നാട്ടൂലേ കൊയങ്ങില്ല സമന. അതാ ഉമ്മാമ എന്തുടായിപ്പ് ഞങ്ങക്ക് വീഡിയോ എടുക്കാനേ. വീഡിയോ കേട്ടാ വന്നാണ് ഞാൻ. ഉച്ച ഞാൻ കുട്ടീനെ ഒരു മരുന്നിന് വേണം. അപ്പൊ ടൈം ഉണ്ടാവൂല. വീഡിയോ ആയിട്ട് നമുക്ക് പറ്റില്ല. കൊയങ്ങി പൊറാട്ട വന്ന പണ്ടാണ് പൊറാട്ട വീട് നോക്കില്ല. ഞങ്ങക്ക് എന്തായാലും വ്ളോഗ് വേണ്ടേ? അല്ല നിങ്ങക്ക് വ്ളോഗ് വേണം. എന്താ വീഡിയോ ഇടാത്തേന്ന്? പ്രധാന പ്രശ്നങ്ങൾ വീഡിയോ ഇടാത്തി. എന്താ വീഡിയോ? ഞങ്ങള് ഇന്നലെ ഇട്ടോ. നിങ്ങൾ കണ്ടില്ലേ? നിങ്ങള് കാണില്ല. പിന്നെ വേറെ ചെറിയാപ്പൂന് പോണ്ടേ? എന്താ എല്ലാരും ഇച്ചോ ഞാന് ഇന്നലെ വീഡിയോ ഇട്ട് നിങ്ങൾ കണ്ടില്ലേ? ഇല്ല വീഡിയോ ഇട്ടിക്കണേ. രാത്രി അല്ല ഇടുക. നേരം വെളുത്തിട്ടല്ലേ ഉള്ളൂ. നല്ല കഥ. ഇന്നലെ അന്തി കിട്ടിട്ട് ഇപ്പൊ നേരം വീഡിയോ കണ്ടിട്ട് അമ്മായേ ഞാൻ കറന്ന ഞാൻ അസീറിനെടുക്കും. ആര് ആനോ മോനുട്ട അച്ചാറായിട്ട് പറ്റില്ല. പൈസ തരൂല. അവിടെ പോകുമ്പൊക്കെ അമ്മായിയെ ആരോടെ ഷിനുക്കിനോട്ടല്ലേ? ഓനോട് എന്നുണ്ട് പോരാൻ പറയുന്നത് പറഞ്ഞിട്ട് കേക്കണ്ടോനി? പോരാൻ പറ്റുന്നില്ല. ഓ സർപ്രൈസ് കാരണം ഒത്തിരിക്കാം. ഞാൻ അവിടെ നിന്നപ്പോ അതിലെങ്ങനെ ഒരു പക്ഷെ മനസ്സിലായിട്ടില്ല. കുട്ടി വരുന്നുണ്ട് പറയുന്നല്ല. ഇത് അവിടെ വല്ല അതിലേറെ വലിയ കഥയമ്മായേ. അവിടെ സിരി വന്നിട്ടില്ല. വല്ലാണ്ട് വളർന്നു അനുന്ന് വരും. അനുവിന് വിളിച്ചിരി ഇച്ചന്നെ പോലെ ഒരാളെ തോന്നി. ഞാൻ ചേച്ചിനോട് ഓനെ മനസ്സിലായില്ലേ നിങ്ങക്ക്? കളത്തില് ബാബുറ്റെ വന്നു. അല്ല നിങ്ങളെ ഷിഫ്റ്റിലാണല്ലോ. ഇന്നലെയും കൂടി വൈകുന്നേരം ഓൻ പറയില്ല. ഓനവിടെ പറ്റിച്ചാണ് തലക്കടി വെച്ച് ഞങ്ങൾക്ക് സിയാക്ക് എത്തിക്കണ ഞങ്ങള് പറ്റിച്ചിക്ക. മുട്ടായി കവറ് മുട്ടായി തലക്കടി പതിപ്പിച്ചിട്ട് അവിടെ കടക്കാണ്. ഓല അവിടെ വന്നിക്കണ് നിക്കുക. ഓല ഞങ്ങളെ പറ്റിച്ച. ഞാൻ രാവിലെ സ്വപ്നം കണ്ടു. അപ്പൊ വാതില് മുട്ടി വാതില് പെരീക്ക് പോയിട്ടില്ലേ? ഇമ്മമ്മ പറയണ കേട്ടോ. ഇമ്മ ഞങ്ങളെ പറ്റിച്ച അവിടെ വന്നിക്കണ്. 5 മണി ആയപ്പോ അവിടെ എത്തിക്കണ്. അവിടെ കടന്നുറങ്ങാണ് ഇമ്മ റീതും ഞങ്ങളെ പറ്റിച്ച. അപ്പൊ ഞമ്മക്ക് പോയി പോലെ പറ്റിച്ചാലോ? ചെറിയാപ്പ് മുന്നേ പോയിക്കണേ. ഇന്നോട് അവിടെ പുറത്ത് അങ്ങോട്ട് പോയി ഒരു കുണ്ടവാടി എടുത്തോളി. കുണ്ടവാടി
എനിക്ക് ഞാൻ കുട്ടിയോടാ എനിക്ക് എല്ലാത്തിനും ഉണ്ടാവും. ഒന്നുമില്ലല്ലോ ഉമ്മമാരോട് പറഞ്ഞിട്ടുണ്ട്. വണ്ടി അറിയില്ല ഒക്കെ അറിയില്ല. എല്ലാരും അഭിനയക്കാരാണ് ഇപ്പേ. ഞാന് ഉമ്മേന്റെ കുട്ടി അടിഞ്ഞീന ഉമ്മേന്റെ കുട്ടി അടിഞ്ഞീന ഇങ്ങനെ തങ്ങായിനെ നിങ്ങളുടെ പുതിയ കുപ്പായൊക്കെ ഇട്ടോടത്തേക്കിന് ഞാനൊന്നുമില്ലടി. ഞാൻ ഇന്നലെ രാത്രി തണുപ്പല്ലേ അപ്പൊ മറ്റേ കൈയില്ലാത്ത കുപ്പായൊക്കെ ഇട്ടാലേ കൂളറും ഇല്ലേ അപ്പൊ തണുപ്പാണ്. അപ്പൊ ഇങ്ങനത്തെ ഇട്ട് കൊടുക്കല അന്തിക്ക് നല്ലത്. പിന്നെ ടൗസർ വീഡിയോ എടുക്കല്ലേ. ആ വേണം. ഇമ്മാന്റെ ഷെഫീക്കിനെ ആദ്യം കേറി കാണണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ കാറിലൊന്നോണ്ടേ. കണ്ടത് ആ സ്വപ്നം കണ്ടിട്ട് നമുക്ക് വാതില് അടച്ചു നിക്കാം. സ്വപ്നത്തില് ഷെഫീക്ക് ഒന്ന് വാതിൽ മുട്ട. അപ്പൊ ഉറങ്ങി ഞാൻ നീച്ചപ്പോ ആ മുറ്റത്ത് ഒന്ന് വാതിലിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അകത്ത് കയറിക്ക വാതിൽ കുറ്റിയിടാ. വീഡിയോ എടുക്കണം വാതിൽ കുറ്റിയിടാ. ഒച്ചമുളി കേൾക്കണം. അന്ന് മാതിരി വിട്ടണം അവിടെ. ഉമ്മ സ്വപ്നം കണ്ടിക്കണ അഞ്ചണിക്ക് വാല് വിട്ടിട്ടുണ്ട്. നേരല്ല അങ്ങനല്ല, നേരെ വരാതെ മറ്റേ അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വട്ടം കറങ്ങി വരില്ലേ, അതിനൊക്കെ വൈദ്യൊക്കെ മനസ്സിലായില്ല? വൈകി ബാക്ക് കൂടെ അല്ലടാ സിമെന്റ് തന്നെ അപ്പുറത്ത് കൂടെ അല്ലേ. ഞങ്ങൾ എല്ലാരും ഉള്ളിലേക്കാണ്. ഓല നമ്മളെ പറ്റിച്ച് നമ്മള് വന്നാലേ അവിടെ കടക്ക മുട്ടായി ഒക്കെ കാട്ടിത്തരുന്നുണ്ട്. ഞാൻ ഫോട്ടോ കാട്ടിത്തരാം. രണ്ടാഴ്ചന്റെ മുമ്പ് അറിയാം ഓന് ഓല ഇമ്മാനെ പറ്റിച്ചാണ്. ഇച്ച് ഷെഫീക്ക് ഡേറ്റ് വിട്ടാന്തി എഡിറ്റ് ചെയ്ത് വിട്ടെന്ന് കെട്ടാൻ. എനക്ക് ഇത്ര അറിയില്ലല്ലോ. ഇതൊക്കെടാ ഇതാരാ സിനുവിന്റെ കാലം തന്നെയല്ലത്. നോക്കാ പെട്ടി പൊട്ടിച്ചു മുട്ടായി കിട്ടി. ഓ ഞങ്ങളെ പറ്റി സിൻകാക്ക് വന്നിക്കണെന്ന് മുട്ടായി ഞങ്ങള് തിന്നല് കറക്കുകയാണ് അവിടെ. ആ മുട്ടായി തിന്നണ വീഡിയോ ഉണ്ട്. ഇല്ല എന്നായിക്കോട്ടെ അവിടെ കടക്കണ ഞങ്ങള് പണി കഴിഞ്ഞിട്ട് വരാറുന്നു. തിന്നണ വീഡിയോ ഒക്കെ മുട്ടായി തിന്നണ വീഡിയോ അയലൊക്കെക്കാരോ ഗൾഫിൽ നിന്ന് വന്നിക്കാണ്. നമ്മളിലാറ് വലിയ പ്രാങ്കണ. ഇന്ന് മഞ്ചേരി പോവാണ് അളിയനായിട്ട് പോകാണ്. 3 മണിക്ക് നീച്ച് പോയിക്കണേ. അതിൽ ഇന്നോട് പറഞ്ഞു ഞാൻ വേട്ട ചെറിയ പേജ് വേണ്ടായിരുന്നു. അതിന് മുന്നേ 3:45 വിളിച്ചിട്ടുണ്ട്. എന്താ അപ്പൊ ഒന്നിച്ചിത് കത്തുന്നില്ലല്ലോ. കാരണം ഞാൻ ഉറങ്ങി പോയിക്കണ എന്നോട് 3:30 അവിടെ എത്താൻ പറഞ്ഞാണ്. വിളിച്ചിട്ട് എടുക്കണ്ടേ. അപ്പൊ മുന്നേ ചോദിച്ചു ചായ ആണ് മുന്നേ പാവല്ലേ എറണാകുളത്ത് ഇമ്മമ്മ ഇച്ചു അറിയില്ല നിന്റെ അടുത്തേക്ക് പൊറാട്ട അങ്ങനെ പറഞ്ഞപ്പോൾ വന്നതാ. അവിടക്ക് സീനും ഉണ്ട് വന്നിക്കണ. അതിനെന്താ പെരിയിലല്ല നിക്കണ. ഇങ്ങോട്ട് വരുന്ന ഓർമ്മല്ലോ. പാമ്പേസ് എടുക്കാനോ നേരം കിട്ടിയില്ല. ആരോ എന്നിങ്ങനെ ഷിയാക്കു എന്നിക്കണ്. ഷിയാക്കു മാതിരിയടാ മോന്ത മുട്ട അടിച്ചിട്ട് വേറെ പോലെ. ആ തൊപ്പിട്ട അസുര ചീത്ത ഒന്നും വേണ്ട മയ്യ. അതൊക്കെ വെട്ടി പെരീന്ന് ചെച്ചാത്തൊക്കെ ഇവിടെ ഒന്നും വിശ്വസിക്കാൻ പറ്റൂല. അതിന് വന്നപ്പോ തന്നെ എന്തോ ഉണ്ടല്ലോ അമ്മായി. സങ്കടം പറയാൻ പറ്റാ. സിഫിനൊക്കെ ഇരുന്ന് ചിരിച്ചാണ് പറ്റിച്ചാണ് പറഞ്ഞിട്ട് എന്തോ ഓളിനോട് കാര്യത്തിൽ എന്താണല്ലോ ഞാൻ വിശ്വസിച്ചില്ല. എന്താ വിശ്വസിക്കാം. പിന്നെ അതപ്പോ ഈ വീഡിയോ കൊണ്ട് ഒരു മെച്ചുണ്ടായി. ഇതൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല. രവിക്ക് ഏതായാലും ഇന്നലെ ഞാൻ വൈകുന്നേരം വിളിച്ചത്. അങ്ങനെ ഇവിടെ ചായയുടെ ഒക്കെ കഴിഞ്ഞ് നമ്മള് നേരെ പെരി പോവാൻ നിക്കാണ്. എല്ലാരും നിന്നിട്ട് തപ്പനയിലെടുക്ക. ഇന്നാളെ ഇന്നെ വിളിച്ച് പറ്റിച്ചിണില്ലേ പൊറാട്ട അങ്ങോർത്ത ചുറ്റും വീഡിയോ കോളിൽ കാട്ടി തരാൻ പറയണില്ലേ. അപ്പണ്ടല്ലോ ഇമ്മ വിളിച്ചിട്ട് എന്താ അറിയണറിയോ. വന്നിക്കണേ ഞാൻ അപ്പൊ ജിന്ന വിട്ടു. ഞാന് ഇങ്ങളെ മുന്നേ അത്രയും നേരം കാർ അവിടെ ഉണ്ടായിന്. ഓളിന്നോട് പറഞ്ഞേ ബേക്ക് മുന്നിച്ച് കാട്ടിക്കൊണ്ടായിരുന്നു. അപ്പൊ നിങ്ങളെ കാറുണ്ട് പോയി. അപ്പൊ ഞാൻ വേഗം കാട്ടി തന്നു. അത്രയും നേരങ്ങളവിടെ
പിന്നെ ഉമ്മാക്ക് വിളിച്ചപ്പോ വന്നിക്കണം. അപ്പൊ ഉമ്മാന്റെ ഐഡിയിൽ ഞാൻ ചെലപ്പോ അവിടെ വന്നുങ്ങാണ്ട് നിങ്ങളെത്തേക്ക് വന്നിക്കാം. അപ്പൊ എവിടെ ഉമ്മ കണ്ടിട്ടല്ല അറിഞ്ഞിട്ടില്ല. അതാണ് ചേർന്നായത് ഉമ്മാന്റെ പരിപാടി. ഇതൊന്നും ഒന്നല്ല, ഞങ്ങളൊന്നും ഒന്നല്ല, സ്വപ്നം വരെ കണ്ടിക്കണ്. 4 ഷെഫീക്ക് ദുബായില് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ ല്ലേ? ഇനി നമ്മളെ ചെക്കന്റെ കല്യാണൊക്കെ ഉണ്ടാവും. കല്യാണത്തിന് വേണ്ടിട്ടാണോ വന്നിക്കണത്? അല്ല, അനിയന്മാരൊക്കെ കെട്ടി പിന്നെ താങ്കളെ തൊള്ളി നോക്കിക്കേ ഷെഫീക്കെ. കെട്ടുമ്പോ അത് പറയതേലൊന്ന് കാട്ടി കൊടുക്കുക. സ്വന്തം വണ്ടി വിളിച്ചിട്ട് പോയി. ഇനിയിപ്പോ കല്യാണത്തിന്റെ പ്രഷറാണ് ഓന്. അല്ല, കല്യാണത്തിന്റെ ടെൻഷനാണ്. നമ്മള് പ്രേമിച്ചില്ല സഫീക. നമ്മള് കുടുംബം നോക്കി. കുടുംബത്തിൽ പ്രേമിക്കാൻ മറന്നത് വളരെ വളർന്നു. കുടുംബം എല്ലാരും വളർന്ന് പ്രാരാബ്ദം കൊണ്ട് പ്രേമിച്ചോലൊക്കെ വളർന്നു. മറ്റേ എല്ലാരും ചോദിച്ചു പക്ഷെ ഓർത്തല്ലോ പ്രേമൊക്കെ ഉണ്ടാവും. കല്യാണം നടക്കാതെ ഇടങ്ങാറായിക്കുണ്ടെങ്കിൽ കല്യാണം നടക്കാതെ അമ്മ നോക്കുമ്പോളേ കല്യാണം പെട്ടെന്ന് നടക്കുമല്ലോ. മോണ്ട അവര് മഞ്ഞക്കാറ് കജ്ജിലുണ്ട്. എന്റെ അജ്ജിലല്ല. നന്നായി മുന്നില്. ഇത് ഉറങ്ങിയേനി ചിയാ കണ്ണൊന്നും തുറയണേ അല്ല. പിന്നെ പോകുന്ന അവിടെ നിക്കണില്ല. നീ പൂവിന്റെ വീട്ടിൽ നിന്നോ ഇമ്മച്ചിയൊക്കെ ചിയാക്കൊണ്ടേ കോട്ടട്ടോ അച്ഛന്മാന്റെ വീട്ടിക്ക് ജോടന്നട്ടോ ജില്ല അതല്ല ഇന്നെത്തുന്നറിയോ? ഓന് 2 ആഴ്ച മുന്നേ അറിയുന്നേ. വിളിച്ചണതേ ഓന് നിങ്ങളാക്കാണ്. ഓനിക്കോ അറിയാവോ ഞാൻ വരും? ഉമ്മക്കറിയില്ലല്ലോ. വല്ലാത്ത സാധനം. ഉമ്മാനി അവിടെ ഹാൻഡിലുണ്ട്, നമ്മളിവിടെ ഹാൻഡിലുണ്ട്. വല്ലാത്ത സാധനം കേട്ടോ. ഇവനെ ആദ്യം പരീക്ഷിട്ടുണ്ട് എങ്ങനെ? അതൊക്കെ നമ്മള് വർത്താനം പറഞ്ഞിരിക്കുമ്പോ അപ്പോഴൊന്നും വരരുത്. ഋതുവിനപ്പൊ അഭിനയിക്കാൻ അറിയാട്ടോ. അതിനറിയാം. അതിനെങ്ങനെ ഋതു മുടിച്ചിരുന്നില്ല അപ്പൊ ഇത്രയും പോയിട്ട് നിങ്ങൾ ഉസാറല്ലേ ഇനിയോ? ഞാൻ പോകണ്ടൊരു വിരുന്നാർക്കാൻ സെബിക്ക് വരുന്നുണ്ടല്ലോ ഈ അടുത്ത്. പിന്നെ പൊയ്ക്കറിഞ്ഞ ആരൊക്കെ പോളെ അപ്പൊ എനിക്കറിയില്ല. എനിക്ക് സംഭവം അറിയില്ല. അപ്പൊ ഷെഫീക്ക് വന്നു. ഏൽപ്പിച്ചു. ഇവിടെ വന്ന് എക്സ്പ്രഷൻ എന്നാ പൊടിച്ചറിയില്ലേ ബേക്കില് കടക്കിയോലേ. അപ്പൊ എന്താ പരിപാടി? പണിക്ക് പോയിട്ടില്ല? പാവാട പിച്ചക്കടല്ലേ ഉള്ളൂ. ഇന്നലെ വിളിച്ചപ്പോ പണിന്ന് വന്നിട്ടുള്ളൂ. അവിടുന്ന് എടുത്തിക്കണേ കൂടുതൽ പറയണ്ട. ഷെഫീഖ് അപ്പോൾ അവിടുന്ന് കേറിയേ രാത്രി 7 മണിക്ക് പോകുന്നു. ഇന്നാലും എന്റെ ചെറിയാപ്പോ ഒപ്പം നിന്നാണ്ടേ വാട്സപ്പ് നോക്കിയില്ലേ ഞാന്. വാട്സപ്പ് ഒക്കെ ഡിലീറ്റ് ആക്കി. അതിലൊന്നും ഇല്ലല്ലോ. ചാറ്റകളൊക്കെ അപ്പൊ ഡിലീറ്റ് ആയി. എങ്ങനെയാ ഞങ്ങള് വിശ്വസിച്ചെഞ്ഞ് അപ്പൊ ഞാൻ ഡിലീറ്റ് ആക്കണേ. സംശയം തോന്നൂലേ? തറവാട്ടാര് വൈക്കെന്ന് വന്ന് പറഞ്ഞാല് നിങ്ങള് വീഡിയോ എടുക്കാൻ ഇന്നലെ പോയില്ലേ? ഇപ്പഴത്തെ ജിമ്മ് കഴിഞ്ഞിട്ടേ നിങ്ങൾ ജിമ്മൊക്കെ കൊണ്ടുവന്നീനി. ജിമ്മ് അതിന്റെ കയറി പറഞ്ഞാല് വിശ്വസിച്ചു. വീഡിയോ എടുക്കാനാണ് തേക്കണേ. ആ നിങ്ങള് രാവും പകലും രാത്രിയൊക്കെ കയറി ചെല്ലില്ല. പർപ്പിളങ്ങനൊന്നുമില്ല. വണ്ടിയുമ്പോ 3 ആള് പോകും. രണ്ട് വണ്ടിയില്ല ഇവിടെ, 2 സ്കൂട്ടിയില്ല. അല്ല അവിടെ നിങ്ങളെ കാറിന്റെ മണം നമുക്ക് പറ്റും. കാറിനെ ആരൊക്കെ കൊള്ളു? എല്ലാരും കൊള്ളും. ആ അപ്പൊ നമ്മള് നേരെ ഷെഫീഖാറ് കാണാൻ പോവാണ്. ഉമ്മാനിപ്പാന് ഫസ്റ്റ് കാണേണ്ട ആൾക്കാരെ നമ്മൾ ഇതൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പെങ്ങളോടില്ല സ്നേഹം. ഗൾഫ് തണ്ടിയാ. ഞാൻ റീലുണ്ട് പക്ഷെ മനസ്സിലായില്ല. അവിടുന്ന് പ്രശ്നമല്ല. ഞാൻ നടന്നു വന്നു കേട്ടോ. നടന്നു വന്നു കേട്ടോ. നടന്നു വന്നു. അതിനെ വേറെ എവിടേലും ഒഴിവാക്കേണ്ടി വരും. സമന കാരണ്ട കുഞ്ഞൊരാള് പോയി. അപ്പൊ എന്താ
അതിന് 9. നിങ്ങള് വീഡിയോ എടുക്കാൻ ഞാൻ അവിടേക്ക് പോയിക്കോളിട്ടാ. ഞങ്ങള് പിന്നെന്താ ഞമ്മളെന്ത് പറഞ്ഞ പോണ് സന്നത്തെ എന്ത് പറഞ്ഞാ പോണ അവർക്ക്. നമ്മള് ഷെഫീഖിനെ കാണാൻ വന്നു പറയും. പേരെ പൂട്ടിട്ടോ, പേരെ ശാന്തം. അതെ, ഞങ്ങളാ പോലായിട്ട് വന്നേ. ഞങ്ങള് പുറന്നിട്ട് ഓല് പോക. ഈ ട്രൈബ് ഞങ്ങള് കൂട്ടിയിട്ടില്ല. ഇനി വന്ന് കാട്ടുന്നുണ്ടായിന്. പക്ഷെ ഓല ഒപ്പം പോകുന്ന എന്റെ മൈൻഡിലുണ്ടായിന് കേട്ടോ. മമ്മി അമ്മായി ചാടി വെച്ചു. ഷെഫീക്ക് എല്ലാരോടും വർത്താനം ചേച്ചിനോട് ചോദിച്ചു, ഷെഫി ഇല്ലേ 1 കൊല്ലം മാറുണ്ടാന്നല്ല എന്താ പറയാ. ഇനി പറയട്ടെ. എല്ലാരും ഷെഫീക്കിനെ നോക്കട്ടെ, കാരണം അവനെ ആരും കണ്ടില്ല. ചേച്ചിയെ വെറുതെ പറഞ്ഞു കഴിഞ്ഞിട്ടോ 1 കൊല്ലം. ആ 1 കൊല്ലം എന്നാ ഇനി നേരെ പോകാൻ അങ്ങട്ടെ അവർക്ക് ലാസ്റ്റ്. ചെറിയാപ്പൂ അപ്പൊ ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. രാവിലെ ഒന്ന് വരണ മുറ്റത്തെത്തിയ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഞങ്ങളെല്ലാരുടെ പെരിയിലും മുന്നില് ഓളെ പെരിയില് മുന്നിൽ പോയിക്കുണ്ട്. പിന്നെ ഓബല് ഒന്നായിട്ട് ഇന്റെ പെരിയില് അവിടക്ക് വന്ന്. ഇനിയിപ്പൊ ഞങ്ങളെല്ലാരും പാന്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ തന്നെ, കൊഴപ്പൊന്നുമില്ല. കുടിച്ചുങ്ങാണ്ട് ഞാൻ അവളോട് വർത്താനം പറഞ്ഞിച്ച് നേരം വൈകി ഇവരോട് കാത്തുക്കാണ്. കുന്മാന് പണി ഉണ്ടായിന് ഇന്ന്. കുന്മാനെ കെട്ടുങ്ങാണ്ടാണ് ഈ പോണത്. എന്റെ മാപ്പിൾക്ക് പണി ഉണ്ടെന്ന്. അങ്ങനെ കൊറ്റക്ക് ജീവിച്ച എപ്പളാ വരിക? ചാടിച്ചിട്ട് പോവുക അങ്ങോട്ടോ? അല്ലെങ്കിൽ നിന്ന് അങ്ങനെ ചോറ് കൂട്ടാൻ അടിച്ചോരി തോത്തിയാ നിൽക്കുന്നത്. അല്ല, ഇനിയിപ്പൊ ഞാൻ പോണ്ടേ? ഇനിയിപ്പൊ എല്ലപ്പോഴും പറ്റിയിട്ട് സാധനങ്ങള് ഡ്രസ്സൊക്കെ കൊണ്ടുണ്ടേ വേറെ നമ്മക്ക് കേട്ടോ. ചെറിയപ്പ എപ്പളാ പോവാ? ഉച്ചക്ക് ചോറുണ്ടാക്കണ്ടേ? പെരി പോയിട്ടുണ്ടാകേ ഓല്ലേ ഓന് ചോക്കാർക്ക് പോണം. ചെറിയ പോവുകയാണ്. ആണോ? ഒന്ന് പോവാണ്. ചെറിയ കൊക്കറിയും ചെറിയോട് എന്നിട്ട് ഞാൻ വന്നിട്ട് വന്നീനില്ലേ ഞാൻ വന്ന് ചെറിയ 8-ാം തീയതി പോകുമ്പോ എന്റെ ഉമ്മാനോടൊന്നും പറയണ്ട. എവിടെ ഒന്നിട്ടാക്കറിയില്ലല്ലോ. എല്ലാ എന്നാ ചെറിയ പോണീന് മുന്നേ സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ച ചെറിയപ്പാക്കി തരും. വെച്ച് കൊറേ ഉണ്ടേ. പൂച്ചയൊക്കെ ഉണ്ടേ. അവര് പൂച്ച ഞാൻ ഓളോട് പറഞ്ഞ ചെറിയപ്പോ ആ പൂച്ചന് എന്തിനാ അവിടെ പോകുമ്പോ കെതിയടല്ലേ? ഇവിടെ ചെറിയപ്പ ഉണ്ട് തന്നെ അറിയണില്ലല്ലോ. നല്ല അതിന് ഐസ്ക്രീം മാത്രം നിന്നോർത്ത എന്താ പിന്നെ ഐസ്ക്രീം ആയിട്ട് പൂച്ചക്ക് എന്താണ് ഇറച്ചി ചായച്ചത് സിപ്പാക്കി അത് ചൂടാക്കണോ? ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊടുക്കുക. ആ തണുപ്പ് കൊടുക്കണ കൊടുക്കേ തിന്നു. ഞാൻ ബിസ്ക്കറ്റിലൊക്കെ വെച്ചോടുക്കും. അപ്പൊ ബിസ്ക്കറ്റും പോയി സിപ്പൊക്കെ പോയില്ലേ. നമ്മള് നേരെ പെരിയ പോവാണ്. അപ്പൊ നാർത്തഞ്ഞ് പെരിയ ചായ കുടിച്ചാ ഡ്രസ്സൊക്കെ ലഗേജ് ആക്കാ കൂട്ടുക കേട്ടോ. ഓക്കെ, നീ കുട്ടിനെ കുളിപ്പിച്ചണം. അതൊക്കെ ഞാൻ അവിടെ പോയി കുളിപ്പിച്ച. നാളെ ആയാലും കുളിപ്പിച്ചൊന്നും വേണ്ട. മഴയാണ്. വെള്ളം പോയിക്കോളെ ഞങ്ങള്. വെള്ളം കുറവാടെ കുളിച്ചരുത്. ഞങ്ങളൊക്കെ എത്രയോട്ടെ വെള്ളമില്ല അവിടെ. എന്നാലും പോകൂല. അല്ലേ ഓളെ പെരിയിലും കിണറുണ്ട്, എന്റെ പെരിയിലും കിണറുണ്ട്. എന്നാലും ഞങ്ങള് പോകില്ല. കുളിച്ചാതെ നടക്കും. അങ്ങനെ നമ്മളെ പേരവിടെ കഴിഞ്ഞിട്ടോ. സിഫ്നാന്റെ കൊട്ടാരം കഴിഞ്ഞു. ഇപ്പൊ തറവാട്ടിന്ന് അവിടെ ഉമ്മാക്കറിയാം, താത്താക്കറിയാം, എല്ലാവർക്കും അറിയാം. ആണോ? ചെറിയാപ്പൂ പറഞ്ഞിക്കണോ? താത്ത ചെറിയാപ്പൂരോട് എന്റെ ഒക്കെ മുന്നിൽ തന്നെ ഇടാ ആളിയെ നാളെ ഇട്ട് കൊണ്ടുവരാൻ പോകണ്ടിയാർന്ന്. ഓലിപ്പോ അതിലേറെ യൂട്യൂബർ പറയണം. ചെറിയാപ്പൂ വിളിച്ചിട്ടുണ്ട്, മുന്നേ വിളിച്ചിട്ടുണ്ട്. ഓലവിടെ എത്തിയിട്ടുണ്ടാവും. ചെറിയാപ്പൂന്റെ ഫോണ് ഓലെടുത്താ? എന്നാ എടുത്തോട്ടെ. ഇപ്പൊ നിലമ്പൂരെത്താനായി ആർന്ന് ഉണ്ടാക്കണോല്. അപ്പൊ കൊറേ ആൾക്കാര് കമന്റ് ഇട്ടേക്കണ് 8, 9, 10 ഇങ്ങൾക്കും തെറ്റി ഞങ്ങൾക്കും തെറ്റി. ഞങ്ങൾ അറിയുന്ന ഇറക്കിയിട്ട്. പക്ഷെ ഞങ്ങൾ അതിലേറെ ഇതായി പോയി. പരിപാടി ഇച്ചിട്ട് പണി വന്നപ്പോഴേ ഇമ്മി ഇച്ചിട്ട് പണി തരാൻ തുടങ്ങി. ഇമ്മി ചെയ്തു. അപ്പൊ അതൊക്കെ കൺഫ്യൂഷൻ ആയി വന്നോ ഇല്ല. പക്ഷെ ഞാൻ കണ്ണാടി കൂടെ ജനൽ കൂടെ അപ്പൊ കട്ട എന്തേലും ഉണ്ടാവും വിചാരിച്ചു. ആ ഒരു ഓർമ്മയെന്ന് വെച്ച് പിന്നെ നമുക്ക് എന്തേലും ചെയ്യാൻ നേരത്ത് ഭയങ്കര ഇതാണ്. അർത്ഥം എന്താ നമ്മളെ കയ്യിൽ നിന്ന് പാളാൻ പാടില്ലല്ലോ. ആ ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടാവും. ഇനി ഏതായാലും അവിടെ എത്തിയിട്ട് എന്താ സിറ്റുവേഷൻ നോക്കാം. തറവാട്ടാതെ അവിടെ ഒരു പർപ്പിളിന്റെ വീഡിയോ തുടങ്ങിയേക്കണോണ്ട്. ഉമ്മമാനെ കച്ചതൊന്നും ഒരു തടി പോലും കിട്ടൂല. ഉമ്മ നമ്മള് ബർത്ത്ഡേന്റെ സർപ്രൈസ് വീഡിയോയിലെ ഇമ്മമ്മയാണല്ലോ അഭിനയിച്ചെന്ന് അറിയുന്ന എല്ലാരും. പെൻഷൻ കിട്ടാനായിക്കണം അഭിനയത്തില് മാമാക്ക്. അത് നമ്മള് പോയി നോർമലായിട്ട് അവിടെ ഇറങ്ങും അല്ലേ? അപ്പൊ കാണാം.
എന്നാലും ഈ ഡൗട്ട് ഉണ്ടാവും ഈ മാക്സി ഇട്ട് ഞാൻ മാക്സി നിങ്ങൾ ഷെഫീഖ് വന്നതാണ് അറിയണം മുട്ടായി ഒക്കെ തിന്നിട്ട് ആ താത്തേക്കണം കാറ് അപ്പൊ ഞാൻ അവിടെ വെച്ചിട്ട് കാണാം എന്താ ഉമ്മ ഇങ്ങോട്ട് വരുന്നുണ്ടോ എവിടെ സിൻകാക്കുവാടാ സിൻകാക്കുവാടെ ഷെഫീഖ് അവിടെ അതാ അവിടെ ഷെഫീഖ് എന്ത് ഷെഫീഖ് ഗൈസ് പെരിയിലെത്തിക്കണ ഒരു മുട്ടായി ഉണ്ടോ ഷെഫീഖിനെ കാണിക്കോട്ടാ അടിച്ചിട്ട് മൂലക്കെടുക്കാം ബാ അങ്ങോട്ട് കേറങ്ങോട്ടെ ആ സ്ഥല എന്ത് എന്താ എനിക്കറിയാ അപ്പൊ ചില സിൻകാക്ക് വന്നപ്പോഴോ കടക്കണ കാട്ടുന്ന മുട്ടായൊക്കെ തിന്നത് ജമീലാത്തന്റെ എന്ത് കൊടുക്ക് സാധന ഉമ്മാക്കൊന്ന് കൊടുക്ക് ഉമ്മാര് നോക്കണ് അതാ അപ്പൊ പൊറാട്ടന്റെ പീഡിയന്റെ ഓർമ്മയില്ല ഞങ്ങൾ ഷെഫീഖിനെ കാണാൻ വന്ന അങ്ങോട്ട് പേര് കാട്ടിതാ പാടാ ഉമ്മാരെ കണ്ടോടെ കാത്തിരിക്കുന്നു ആ എവിടെ ഏത് പോസ്റ്റാ വിരിച്ചിക്കണ നോക്ക് തലക്കനൊക്കെ വിരിച്ചിക്കണം തലക്കന് വെച്ചിട്ട് ഞങ്ങളെ പറ്റിച്ചു ഞങ്ങളൊരു വീഡിയോ ഉണ്ടാകുമല്ലോ അങ്ങനെ ഞാൻ സമയത്ത് ഓളെ ഏതായാലും പൊറോട്ട അങ്ങനെ വരുന്നുണ്ടെന്ന് അങ്ങോട്ട് പറഞ്ഞ നമ്മള് വേഗം പേരാ ചെറിയാപ്പോളും വന്നു ഇത് നോക്കാതെ വെച്ച അച്ഛനും മനസ്സിൽ തന്നെ പറ്റിച്ച് കാണോ ഒരു പണിയില്ലേ നിങ്ങൾക്ക് രാവിലെ പറ്റിച്ച് വർത്താനോ അഞ്ജലിക്ക് നിക്കണേ അഞ്ജലിക്ക് നടക്കണോ തലക്കടി വന്നിക്കണോ ഇത്രയും ആൾക്കാര് നേരം ഇനി അവിടെ പോയിട്ട് എന്താ പറയാ ഞങ്ങള് ഓ നടക്കണ തലക്കടി ഇമ്മ മുതുകാടാണ് 100 വട്ടം ഞങ്ങൾക്ക് വിളിച്ചു പറയാൻ മതി ഓ കട്ടിലോട്ടൊക്കെ തരുന്നുണ്ട് കേട്ടോ പാവം കൊണ്ട് വന്ന് കാണുമ്പോ കാണാല്ല നിങ്ങളൊന്നും പറയല്ലേ ആന്ന് മുട്ടായി എന്തൊക്കെ നിങ്ങൾ ഓനും കൊണ്ട് കാട്ടിക്കൊണ്ട് ഓല് വീഡിയോ എടുക്കാൻ വന്ന നിങ്ങളല്ലേ പറഞ്ഞ അവിടെ ഉണ്ട് ഞാൻ ഇന്നലെ പോലെ നിങ്ങൾ വിചാരിച്ചു എന്ത് വരുന്ന് നിങ്ങളല്ലേ അവിടെ ഉണ്ടാവുന്നേ മുട്ടായി വട്ടി കോടിച്ചിട്ടുമ്പോ കൈ എടുക്ക് കൈ ഒരു അറിയണ ചെങ്ങായി നമ്മക്ക് വരെ ഒരു പൊടി തന്നിട്ടില്ല ഇപ്പൊ അന്ന് വിചാരിച്ചിട്ടില്ലല്ലോ വരുന്ന് ഇന്ന് വൈകുന്നേരോ അറിയല്ലേ അതാ ഞങ്ങളോട് പറയുന്നത് ആ സ്വപ്ന ഞമ്മക്ക് വിളിച്ച് പറയണ വന്നിക്കണ് എന്താ അങ്ങനെ പറയാൻ തോന്നി നിങ്ങക്ക് അതൊരു അത്ഭുതം തന്നെ ടെടി ഞമ്മള് വിളിച്ചപ്പോ അന്ന് 5 മണിക്ക് വന്നിക്കണ് മണിക്ക് 3:45 കൊണ്ടുവരാൻ വൈകണിച്ചറിയില്ല വന്ന് കാണാൻ ഞാൻ ഇപ്പൊ ഇപ്പാനോട് ഞാൻ ഗ്രൗണ്ടിൽ കൊണ്ടുവരുന്ന ഇവര് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാൻ തെറ്റി അച്ചിമ്മ അവനോട് ഇന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അതിനാ പറയടാ ഇവനും പറ്റിച്ചേട്ടമ്മാനെ ഞാൻ ഓനോട് പറയടാ ഓനോട്ട് പറ്റിച്ചാണ് കണ്ടിക്കണ് ഇച്ചെന്നിട്ട് ഇങ്ങനെ തോന്നുന്നേ ഈ നൂൽപൂട്ട് തേക്കിയോ ഞാൻ ബേജോ ഇങ്ങനെ മനസ്സിലായെന്നേനി ഞങ്ങള് പറഞ്ഞേ ഞങ്ങള് പപ്പിളുടെ വീഡിയോ എടുക്കണം വെച്ചാൽ ഞങ്ങള് പറഞ്ഞു ഞാനവിടെ ചേച്ചിനായിട്ട് വർത്താൻ പറഞ്ഞപ്പോ ഷിനു ഇവന് ഫോണിച്ച് ഷിനുവിനെ ഫോണെ ഷിനു അങ്ങോട്ട് നോക്കിയിട്ട് താഴ്ത്തിയാണ് പോയി ഷിനു തന്നെ ആലോചിച്ചിട്ടില്ലല്ലേ നമ്മൾ ഇങ്ങനെ മുന്നിൽ ആലോചിച്ചില്ലല്ലോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോണ്ട് നിങ്ങളെ വണ്ടി അപ്പൊ നമ്മള് എന്തൊക്കെ ഷണ്ണന്റെ
വണ്ടി പോലെ ഒരു വണ്ടി ഉണ്ട്. അപ്പൊ ഇറങ്ങിയതിനെ മുന്നേ കഴുത്തിലെ ബാബു എത്തിയോ ഇങ്ങനൊക്കെ കഴിച്ച് രാവിലെ സമയം പറഞ്ഞ പൊറാട്ട വാങ്ങിയാ മതി ഇനി പേര് ആവോ കൊറച്ച് കഴിച്ചിങ്ങനെ പേരും നിനക്ക് രാവിലെ തന്നെ അതല്ലേ പറയാ ഞാനും സിംകാക്ക് വന്ന കീനാവ് കണ്ടുട്ടോ. എന്നിട്ട് ഞാൻ വിളിച്ചേ ഉമ്മ ജിന്നെ പറ്റിച്ചില്ലേ പൊറോട്ട അപ്പൊ നേരെ ഉമ്മക്ക് വിളിച്ചിട്ട് ഡൗട്ട് തോന്നി. അതിൽ ഉമ്മ പറയാണേ നിങ്ങളോടാ ചോദിച്ചില്ലേ സീനി വന്ന വന്നിക്കണേ ഇന്ന് 5 മണിക്ക് വന്നിക്കണ് ഉമ്മാന്റെ വർത്താനം 5 മണി. അപ്പൊ സ്വപ്നത്തെ കാര്യം പറയാം വന്ന് കണ്ടിക്കണേ നേരെ വെക്കാൻ നേരത്തെ റിതോ ഞാൻ കിനാവ് കണ്ടിക്കണടാ. സെവിക എപ്പോഴും പറയണാക്കണ ആ വർത്താനം ഇജ്ജ് വന്നിക്കണ ഇവിടെ മൊത്തം പറ്റായ മുടി എത്തിയിട്ടാണ് ദുബായിൽ പോകുമ്പോ സമാധാനമല്ല അന്നങ്ങ് ചെയ്തറിയുമ്പോൾ നാക്ക് നോക്കിയാൽ ഇനി 2 ദിവസം പാടൊക്കെ ഫ്ലൈറ്റ് ഇവർക്കറിയില്ലല്ലോ ജോലിയാകില്ല. എന്നിട്ട് ഇന്ന് ഞാൻ ഇവിടെ ഒന്ന് അവിടെ കടന്നുറങ്ങിണ്ട് ഓരോ മുമ്പിൽ തെറ്റിക്കണേ അവിടെ പെരിയില കുന്മാരെ കടി സമയം പോയിക്കണ മറ്റേ പൂട്ട വന്നില്ല അത് തെറ്റിക്കല്ലേ നോക്കണല്ലേ ഫിദു ബനോട് തെറ്റിയോ പോയെന്ന് തെറ്റിയാണ് ഇതുവരെ മുട്ടിയില്ലേ വരുന്നുണ്ട് അതിലാണ് ഇനിയിപ്പൊ കണക്ക് എന്താ കാട്ട് ആർക്കേ വരുന്നുണ്ട് മനസ്സിലുണ്ട് കടി തകില പിന്നെ മനസ്സിലേ എന്നിട്ട് കൂട്ടി ഉണ്ടാക്കിയോ ഇല്ല ഓനോട് പറഞ്ഞിക്കന്നെ ഞാൻ ഓരോട് പറഞ്ഞ സിംകാക്ക് പറഞ്ഞ കണ്ടിട്ടൊക്കെ പറഞ്ഞത് ഏതായാലും വന്നല്ല നമ്മളെ സെപ്പിക്ക് ഇനി പ്രതീക്ഷിക്കാൻ പറ്റില്ല അല്ലേ നല്ല ചലഞ്ച് വീഡിയോ പ്രാങ്ക് വീഡിയോ ഒക്കെ പ്രതീക്ഷിക്കാം നല്ലൊരു കുട്ടിനെയും കിട്ടട്ടെ. അതാണ് യുദ്ധത്തിന്റെ അടിയത് അവിടെ യുദ്ധാനാകുമ്പോ ഞങ്ങൾക്കൊക്കെ ഭയങ്കര കളിച്ചാൻ പോയിട്ടേ വീട്ടിട്ടായതാ അവിടെ ഓരോ അവിടെയൊക്കെ സൈഡ് ഞാൻ നിങ്ങൾ ഡോറച്ചപ്പോ ഡിക്കി തുറന്നു വിചാരിച്ചു ഇമ്മ ഡിക്കി തുറന്നു എല്ലാരും ഉമ്മ വന്നിട്ടുണ്ട് അന്നപ്പെടുത്തേ കട്ടിന്റെ അടുത്തുകൂടി കേരള നോക്കാം അപ്പൊ വെറുതെ പറഞ്ഞാണ് മേടിച്ചിക്കണേ. എന്നിട്ട് ഞാനും ദിയാൻ പോയിട്ടുണ്ട് ഞാൻ അതിന്റെ കൊട്ടി പറഞ്ഞു വരും ദിയാനെ ഒന്ന് അടിച്ചോക്ക് വരുന്നു വന്നിട്ടില്ലാന്ന് പറഞ്ഞാണ് മണ്ടി പൊയ്ക്കോ സമയം അച്ചു കൊണ്ടുപോയി പൊയ്ക്കോന്നൊക്കെ പറയുന്നവരോട് ഞാനേ നേരം കൊടുക്കോളം ഭയങ്കര ചെറിയ കുട്ടിക്ക് നൽകിയതിന് എന്തോ പറഞ്ഞു അപ്പൊ ഉമ്മാനോടും താത്താനോടൊക്കെ പറഞ്ഞു താത്താനോട് എല്ലാവരും പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നുണ്ട് ഇന്ന് വൈകുന്നേരമൊക്കെ നോക്കട്ടെ ഇല്ലല്ല പിന്നെ വന്നപ്പോഴും പിന്നെ ചെറിയ അപ്പൊ നീച്ചോ ചെയ്യുന്ന എന്റെ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ പൊട്ട കളിച്ചാൻ പോകാൻ അറിഞ്ഞോടെ എന്താ പറയാ അല്ലെ പിന്നെ 7 മണിക്ക് പിന്നെ പോയില്ലേ എന്നിട്ട് ഓനോട് അപ്പൊ പറഞ്ഞ ഇല്ല അച്ഛമാ നെറ്റ് ഓണല്ല അതിലമറിഞ്ഞ് വിളിച്ചോ പണ്ട് കളി കഴിഞ്ഞോണ്ട് ഉറങ്ങിയേക്കാരെ റാസിം കാക്കൂന്ന് വിളിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞേ ഒക്കെ പറഞ്ഞു ഓന് ഞാനും ജഡ്ജിലേതാണ് 2 മുട്ടായി തന്നൊക്കെ വന്നിക്കണടി മുട്ടായി അതിന്റെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടേ കാലൊക്കെ വലിയ കാലൊക്കെ വലിയ കാലാക്കി അറിഞ്ഞിട്ടില്ല അറിയോ ഇതിനറിയ 2 ആഴ്ച മുന്നേ അനക്ക് എന്നാ വരുന്നേന്ന് അറിയോ അതിനോണ്ട് തൊള്ളിന്നൊന്നും അത് ഞാൻ വിളിച്ചുമ്പോഴെടുത്ത് പായും ഓ പറയില്ല ആരോട് പറയില്ല എനിക്ക് അപ്പനോട് പറഞ്ഞൂടെ എനിക്ക് അതിന് ചോദിച്ചു അങ്ങോട്ട് വരാറുണ്ടാവും നേരം ഇവിടെ വന്നു അതിനാണത് ഇന്നോട് അവിടുന്ന് എന്താ നോക്കി എന്നെ വിട്ടാല് ഞാൻ എപ്പോഴല്ലേ ചോദിച്ചോളൂ അവിടെ കറന്നാളകിനേല് പിന്നെ വിട്ടു ചെറിയ പോകാ
ഓനെ കാണാനായിട്ട് വന്നേനി ഞാൻ ഓനോ പറഞ്ഞു ഞാൻ അവരോട് അന്ന് ചെറിയ 8-ാം തീയതി പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ നാളെ രാവിലെ വരും ഞാൻ വൈകുന്നേരം ഉച്ചക്കാണ് 4 മണി അതിനെപ്പ പാലോട്ടടിയതിന് പൈസ ഉണ്ടാവും. ഇവലും വീഡിയോ എടുത്തുകൊണ്ട് രാവിലെ തന്നെ വരുന്നുണ്ട്. ഈ പെണ്ണുങ്ങൾ എന്താ നേരം രാവിലെ തന്നെ സമന സിഫ്റ്റാനോടുണ്ട്. അപ്പൊ പൊറാട്ടക്ക് പൊയ്ക്കണം. അപ്പൊ പൊറാട്ട ഇന്നോട് വേറെ ചാളെടുത്തിട്ട് എന്തേലും ഒരു വീഡിയോ വേണ്ടടി, എന്തേലും എടുക്കാൻ വരാം, ഞാൻ പൊറാട്ട അങ്ങ് എത്തിക്കണേ, ഏതായാലും അങ്ങോട്ട് വരാറുണ്ട്. ആര് ഓളെ കിട്ടിയത് എങ്ങനെയാണ്? ഓല എടുത്തിക്കണ എങ്ങനെയൊക്കെ എടുത്തിക്കണോ ഓക്കറിയില്ലല്ലോ. കൊടുക്കത്ത അഭിനയം തോന്നി നാളെ വരുള്ളൂ പറഞ്ഞപ്പല്ലേ മൈക്കിട്ട് നാളെ വരുള്ളൂ പറഞ്ഞപ്പോ എന്നിട്ട് ഞങ്ങളോട്ട് പറ്റിച്ചേ മുന്നക്കും ഷെബീക്കണും നല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ ഒന്ന് പറയാ. കണ്ടിട്ട് എല്ലാ വീഡിയോക്കും കണ്ടിട്ടേ പെണ്ണ് കാണാനോ? ഇപ്പൊ തന്നെ പോവാ പെണ്ണാണ്. എന്ത് 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 പറഞ്ഞില്ല അറിഞ്ഞിക്കണെങ്കിൽ ഞാൻ മാക്സി, ഞാൻ പുതിയ മാക്സിയാണ്. നമ്മള് പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സാണ് ഇടുക, അതുകൊണ്ട് കുഴപ്പമില്ല. ഏതായിരുന്നു ഇങ്ങനത്തെ ദിവസല്ലേ? എത്ര ഡേറ്റ്? 7. എന്നിട്ട് എവിടേക്കാവും വന്നേ? കരിപ്പൂരോ? കോഴിക്കോടാവും. ഓന് ഓട്ടാൻ തന്നെ അറിയില്ല. 1-3 ഓന് ഇന്നാളെ കൂട്ടി, ഓനൊക്കെ എളുപ്പം പഠിച്ചു. ചെറിന്റെ കാറുണ്ട് ചാലുണ്ട്. അത് ചെറുപ്പത്തിലല്ലേ ഓ പറഞ്ഞ നമുക്ക് സ്വന്തമായിട്ടൊരു കാറുണ്ടായിട്ട് നമുക്ക് കൊറേ വട്ടം വിളിച്ചന്ന് അവന് പള്ളവേദന, നെഞ്ഞുവേദന, തലവേദന. പക്ഷെ ഇപ്പൊ കയ്യിലുണ്ടല്ലോ, ഞാൻ എളുപ്പം പഠിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഷെഫീഖ് വന്നൊരു വീഡിയോ ഇനി. അപ്പൊ ഇന്നത്തെ വീഡിയോ അതിന്റെ ഭാഗമാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോയില് കാണാം. എല്ലാവർക്കും അയ്യോയ് എല്ലാവർക്കും അസ്സലാമലൈക്കും. ചെറിയ പോയി. അസ്സലാമലൈക്കും.